സെപ്റ്റംബർ 10 ചൊവ്വാഴ്ച. ലൂക്ക 6:12 മുതൽ 19 വാക്യങ്ങൾ. 1940 അഡോൾഫ് ഹിറ്റ്ലറുടെ സൈന്യം ഹോളണ്ട്, ബെൽജിയം, ലക്സംബർഗ് എന്നിവ പിടിച്ചെടുത്തു. ഡെൻമാർക്കും നോർവേയും ഇതിനകം ഹിറ്റ്ലറിൻ്റെ പിടിയിലായി. ഫ്രാൻസിലേക്കും ബെൽജിയത്തിലേക്കും ഇംഗ്ലണ്ട് 200,000-ലധികം സൈനികരെ അയച്ചിരുന്നു. അവർ ഇപ്പോൾ ആക്രമിക്കപ്പെടും എന്ന ഭീഷണിയിലായിരുന്നു. നാസികൾ ആക്രമിക്കുന്ന പാതയെ സഖ്യകക്ഷികൾ തെറ്റായി കണക്കാക്കി. ഇപ്പോൾ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഹിറ്റ്ലറുടെ പടയാളികൾ വളഞ്ഞതായി കണ്ടെത്തി. ഇംഗ്ലീഷ് ചാനൽ കടന്നു മാത്രമേ അവർക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അത് വടക്ക് കിഴക്കൻ ഫ്രാൻസിലെ ഒരു നഗരമായ ഡൺകിർക്കിലൂടെയാണ്. മെയ് 24 ഇംഗ്ലണ്ടിലെ രാജാവ് ജോർജ് 6 രാജ്യത്തെ അഭിസംബോധന ചെയ്തു. നമുക്ക് ഒരേ മനസ്സോടെയും വിനയത്തോടെയും ആത്മവിശ്വാസത്തോടെയും നമ്മുടെ കാര്യം ദൈവത്തോട് സമർപ്പിക്കുകയും അവൻ്റെ സഹായം ചോദിക്കുകയും ചെയ്യാം. ധൈര്യത്തോടെ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. മെയ് 26 വെസ്റ്റ് മിൻസ്റ്റർ ആബ്ബിയിൽ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് സൈന്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഗ്രേറ്റ് ബ്രിട്ടനിലുടനീളം 10,000-കണക്കിന് ആളുകൾ രാജാവിൻ്റെ ആഹ്വാനത്തോട് പ്രതികരിച്ചു. മുമ്പെങ്ങുമില്ലാത്ത വിധം അവർ കത്തീഡ്രലുകളിലും പള്ളികളിലും മസ്ജിദുകളിലും സിനഗോഗുകളിലും നിറഞ്ഞു കവിഞ്ഞു. എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ആളുകൾക്ക് കൃത്യമായി അറിയില്ലായിരുന്നു. എന്നിട്ടും അവർ പ്രാർത്ഥിച്ചു. ഇതുപോലൊന്ന് മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു ഒരു ഇംഗ്ലീഷ് പത്രം ഈ സംഭവത്തെ വിവരിക്കുന്നത്. രാജാവ് രാഷ്ട്രത്തെ പ്രാർത്ഥിക്കാൻ വിളിച്ച ദിവസം ഹിറ്റ്ലർ പെട്ടെന്ന് തൻ്റെ ആക്രമണം നിർത്തി. ഏകദേശം 3 ദിവസത്തേക്ക് ഇംഗ്ലണ്ട് ഒന്നായി മുട്ടുകുത്തിയപ്പോൾ ഹിറ്റ്ലറിൻ്റെ ടാങ്കുകൾ വെറുതെ കിടന്നു, ഒന്നും അനങ്ങിയില്ല. അപ്പോഴേക്കും 3,38,000 സൈനികർ ഇംഗ്ലീഷ് ചാനലിലൂടെ സുരക്ഷിതമായി മറുകര കടന്നു. പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ ഇതിനെ ഒരു അത്ഭുതമെന്ന് വിശേഷിപ്പിച്ചു. അത്ഭുതത്തിലൊന്നും അത്ര വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു ചർച്ചിൽ. ഈ സംഭവത്തെ വിശേഷിപ്പിക്കാൻ മറ്റൊരു വാക്കും അദ്ദേഹത്തിന് കിട്ടിയില്ല. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് യേശു പ്രാർത്ഥിക്കാനായി മലയിലേക്ക് പോകുന്നതോടെയാണ്. രാത്രി മുഴുവൻ യേശു പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. അഗാധമായ ഏകാന്തതയുടെയും പ്രാർത്ഥനയുടെയും സമയം കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് അദ്ദേഹം 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ഈ ഘട്ടത്തിലാണ് യേശു പ്രസംഗിക്കാനും പഠിപ്പിക്കാനും സൗഖ്യപ്പെടുത്താനും തുടങ്ങിയത്. സുപ്രധാനമായ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ നാം തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണമെന്നാണ് ഇത് കാണിക്കുന്നത്. കഠിനമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ശക്തിക്കായി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം വിവേചിച്ചറിയുവാൻ ജ്ഞാനത്തിനും വിവേകത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നാം ചെയ്യുന്നതെന്തും ദൈവ മഹത്വത്തിനു വേണ്ടി ചെയ്യുന്നതിന് വേണ്ടി താഴ്മയും ഹൃദയശുദ്ധിയും ഉള്ളവരാകാൻ വേണ്ടിയും നാം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from
കേരള.